കോഴിക്കോട് ലോ കോളേജിൽ KSU പ്രവർത്തകരെ SFIക്കാർ മർദ്ദിച്ചതായി പരാതി വരികയാണ്. രാത്രിയിൽ ക്യാമ്പസിൽ ഇരുന്നവരെയാണ് മർദ്ദിച്ചത്. പ്രിൻസിപ്പലിന് പരാതി നൽകുമെന്ന് KSU പ്രവർത്തകർ അറിയിച്ചു. എനിക്ക് തോന്നുന്നു അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്, അത് കാണാം. രാഹുൽ KV വിവരങ്ങൾ വേണ്ട. രാഹുൽ, ഇവിടെയും ഒരു കൊടിയാണോ പ്രശ്നം? എന്തിന്റെ പേരിലായിരുന്നു ഈ സംഘർഷം? ദേവിഷി, ഇവിടെ കൊടിയല്ല പ്രശ്നം. സമീപ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായ വാക്കുതർക്കങ്ങൾ, അസ്വാരസ്യങ്ങളൊക്കെയാണ് ഈ വിധത്തിലുള്ള അടിപിടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. കോഴിക്കോട് ലോ കോളേജിൽ SFI KSU സംഘർഷം തുടർച്ചയായി നിരന്തരം എന്ന വണ്ണം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ യൂണിയൻ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ, കോളേജ് ഇലക്ഷൻ സമയത്ത് സംഘർഷം വലിയ രീതിയിലാണ് നടന്നിരുന്നത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇലക്ഷന് മുൻപും ശേഷവും എന്ന രീതിയിൽ വലിയ രീതിയിൽ അടിപിടി ഉണ്ടായി. ഇതിപ്പോൾ 1ാം വർഷ വിദ്യാർത്ഥിയായ അമൽ ജോസഫിനാണ് കൂടുതലും അടി കൊണ്ടത്. രാത്രി 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ക്യാമ്പസിലിരിക്കുകയായിരുന്ന KSU പ്രവർത്തകരെ അകാരണമായി SFIക്കാർ മർദ്ദിച്ചു എന്നൊരു പരാതിയാണ് KSUവിനുള്ളത്. ഇതിൽ യൂണിയൻ ഭാരവാഹിയുണ്ട്, ഒപ്പം മറ്റൊരു വിദ്യാർത്ഥിയുണ്ട്. അവർ എത്തി മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് മർദ്ദിച്ചു എന്നതാണ് പരാതി. പ്രിൻസിപ്പലിന് പരാതി നൽകും. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിന് പരാതി നൽകുമെന്നാണ് KSU ഏതായാലും അറിയിക്കുന്നത്. ദിവിഷ് പറഞ്ഞതുപോലെ കണ്ണൂർ ITIയിൽ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം, അടിപിടി ഉണ്ടായതെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഉണ്ടായ ചെറിയ ചെറിയ അസാരസ്യങ്ങൾ, വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ വാക്കുതർക്കമൊക്കെയാണ് അടിപിടിയിൽ കലാശിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പലിന് പരാതി നൽകും. നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഏതായാലും SFI പറയുന്നത്. അകാരണമായി KSU ആണ് ക്യാമ്പസിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് SFIയുടെ ഒരു വിശദീകരണം സംഭവത്തിൽ. ദിവിഷ്.